കേരളത്തിലേക്ക് MDMA കടത്തുന്ന ഇടനിലക്കാരിയായ കോട്ടയം പാലാ സ്വദേശിനിയെ പിടികൂടി. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് ബംഗളൂരുവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഒരു വർഷത്തിനിടെ ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് പ്രതി കേരളത്തിലേക്ക് കടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേരുന്നു. അനന്തൻ, കേരളത്തിലേക്ക് MDMA കടത്തുന്ന ഇടനിലക്കാരിയായ കോട്ടയം പാലാ സ്വദേശിനിയെ പിടികൂടി എന്ന വാർത്തയോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഈ അന്വേഷണത്തിന്റെ മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? രതീഷ്, കേരളത്തിലേക്ക് MDMA അടക്കമുള്ള ലഹരി കടത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് നടത്തിയിരിക്കുന്നത്. ബംഗളൂരിൽ നിന്നാണ് പാലാ സ്വദേശി അനു എന്ന ഈ മയക്കുമരുന്ന് വിൽപ്പനയിലെ ഇടനിലക്കാരിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ഫോർട്ട് പോലീസ് 32 ഗ്രാം MDMAയുമായി മുട്ടത്തറ സ്വദേശി ഗോപകുമാർ എന്നയാളെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് ബംഗളൂരുവിൽ നിന്ന് ഏജന്റ് മുഖേനയാണ് ഈ MDMA ലഭിക്കുന്നത് എന്ന് മനസ്സിലായി. തുടർന്ന് ഇവരെ കണ്ടെത്താൻ വേണ്ടി ഫോർട്ട് CI ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബംഗളൂരിൽ എത്തുകയായിരുന്നു. അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അനുവിനെ പിടികൂടിയത്. ഈ അനുവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം, ഒരു വർഷത്തിനിടെ ലക്ഷക്കണക്കിന് രൂപയുടെ MDMA അടക്കമുള്ള മയക്കുമരുന്നാണ് ഇവർ കേരളത്തിലേക്ക് വിവിധ വിദ്യാർത്ഥികളടക്കമുള്ള അടക്കമുള്ള വ്യക്തികളിലൂടെ കേരളത്തിലേക്ക് കടത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവരുടെ ഒരു ഓപ്പറേഷൻ രീതി എന്ന് പറയുന്നത് ബംഗളൂരുവിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെയും അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വരുന്ന യുവാക്കളെയും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. ആദ്യം ഇവർക്ക് ചെറിയ രീതിയിൽ ലഹരിമരുന്ന് നൽകുകയും അവരെ വശത്താക്കുകയും ചെയ്യും. അതിനുശേഷം കൂടുതൽ മയക്കുമരുന്ന് അത് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകാനുള്ള പ്രേരണ നൽകുകയും അങ്ങനെ അവർക്ക് തുകയും പണമായിട്ടൊക്കെ ഇത് നൽകുകയൊക്കെ ചെയ്യും. അങ്ങനെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉപയോഗിച്ച് ലഹരിക്കടത്ത് നടത്തുന്ന ഇടനിലക്കാരിയാണ് ഇപ്പോൾ ഫോർട്ട് പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. സോഷ്യൽ മീഡിയ വഴി യുവാക്കളെയും യുവതികളെയും ഒക്കെ ഇവർ വലയിൽ വീഴ്ത്തുന്നുണ്ട് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇവരെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യും. ഇവരുമായി ബന്ധപ്പെട്ട ഇവർക്ക് MDMA ബംഗളൂരുവിൽ എങ്ങനെയാണ് കിട്ടുന്നത്, അവിടെ MDMAയുടെ ഉൽപ്പാദനമുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും കേരളത്തിലേക്ക് എല്ലാ ജില്ലകളിലേക്കും ഈ അനു എന്ന് പറയുന്ന പാലാ സ്വദേശിനി വഴി MDMA എത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഫോർട്ട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂടുതൽ പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുമെന്നാണ് ഫോർട്ട് പോലീസ് പറയുന്നത്.